ഇന്നിവിടെ ഞങ്ങൾക്ക് 2 പേർക്കും അവധിയാണ്. സാധാരണ ട്യൂസ്ഡേയ്സിൽ ഞങ്ങൾക്ക് 2 പേർക്കും അവധിയാണ്. ഈ അവധി ദിവസങ്ങളിലാണ് ഇവിടെ മിക്കവാറും കൃഷിയുടെ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് വലിയൊരു ചട്ടിയാണ്. ഈ ചട്ടിക്കകത്ത് ഇങ്ങനെ മണ്ണ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അതായത് ഇതിനകത്ത് കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ തന്നെ നമ്മുടെ വളം, അതായത് വളം എന്ന് പറഞ്ഞാൽ നമ്മുടെ വെജിറ്റബിളിൻ്റെ മിക്സ്, വെജിറ്റബിളിൻ്റെ വേസ്റ്റും ഇലകളും മണ്ണും എല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കും. ഇതിപ്പോൾ ഒരു കുറേ നാളായിട്ട്, അതായത് വിൻ്ററിന് മുമ്പ് തന്നെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇപ്പം നോക്ക്, ഇപ്പോൾ ഒരു സ്മെല്ലോ ഒന്നുമേ ഇല്ല. ആ മിക്സ് ചെയ്തതിനകത്തോട്ട് നമ്മൾ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് വളവും മണലും പിന്നെ നമ്മുടെ ചുണ്ണാമ്പ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുവാണിത്. ഇപ്പം നിങ്ങൾ പോർഷൻ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഇതെല്ലാം ഏകദേശം ഈക്വൽ എമൗണ്ടാണ്. എല്ലാം ഈക്വൽ എമൗണ്ടായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു വലിയൊരു പോണ്ടിനകത്ത് വെച്ചിരിക്കുവാണ്. ഇതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. അപ്പം ഇത് വെച്ചിരിക്കുന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, നമ്മൾക്ക് പല പല ചെടികളും ഇങ്ങനെ ചട്ടിക്കകത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ചട്ടിക്കകത്ത് നിൽക്കുന്ന ഈ ചെടികളൊക്കെ ഇപ്പം ഈ സമയത്ത് നമ്മൾ ചട്ടിയിൽ നിന്നും വെളിയിലോട്ട്, അതായത് അകത്തുനിന്ന് വെളിയിലോട്ട് എടുക്കുമ്പം, അഥവാ അല്ലെങ്കിൽ തന്നെ അകത്തിരിക്കുന്നതാണെങ്കിലും നോക്കാം, നമ്മുടെ കരിവേപ്പ് ഇതൊക്കെ അകത്തിങ്ങനെ വർഷങ്ങളായിട്ട് ഈ ചട്ടിക്കകത്താണ് നിൽക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ മണ്ണൊക്കെ, ഇതിന് വേറെ വളം കിട്ടാൻ വഴിയൊന്നുമില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ മണ്ണ് മാറ്റി കൊടുക്കണം. അപ്പം ആ പ്രോസസ്സാണ്. ഇപ്പം അതുപോലെ തന്നെ അതെ നമ്മുടെ അമ്പഴം നോക്കിയേ, ഇപ്പം നിറയെ പൂക്കളായിട്ട് വന്ന് എൻ്റെ ചെറിയ അമ്പഴങ്ങായും വന്ന് ഉള്ളിലോട്ട് എടുത്ത് വെച്ചത്. അതായത് തണുപ്പിങ് മാറി അവരിങ്ങനെ കായുണ്ടാകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അതുകൊണ്ട് പൂവൊക്കെ കണ്ടോ, അമ്പഴത്തേൽ നിറയെ പൂക്കളും കാകളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പം വെളിയിലോട്ട് ഇറക്കി വെച്ചത് തന്നെ വെളിയിൽ, അതായത് ഒരുവിധം തണുപ്പൊക്കെ മാറിയപ്പോൾ തന്നെ നമ്മളിതിൻ്റെ ചോടെല്ലാം വകഞ്ഞിട്ട് അതുകൊണ്ട് ഈ മണ്ണിട്ട് കൊടുത്ത്, ഇങ്ങനെ മണ്ണിട്ട് കൊടുത്ത്, ഇപ്പം അതാണ് ആ പ്രോസസ്സാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എല്ലാ ചട്ടികളും വെളിയിലെടുത്തിട്ട് അതിൻ്റെ ചോടിളക്കിയിട്ട് ഈ മണ്ണിട്ട് കൊടുക്കുവാണ്. ഇത് കണ്ടോ? അപ്പം എല്ലാ ചട്ടിയും ഈ മാവെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ഇത് നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല. നമ്മൾ മാമ്പഴം വാങ്ങിക്കുമല്ലോ, അതിൻ്റെ മാങ്ങാണ്ടി ഇട്ട് കിളിപ്പിച്ചതാണ് ഈ മാവ്. കണ്ടേ? ഇതൊക്കെ അതുപോലെ നമ്മളിപ്പം ഈ സമയത്താണ് കരിവേപ്പിൻ്റെ ചോട്ടിൽ നിന്ന് ചെറിയ ചെറിയ കരിവേപ്പൊക്കെ മാറ്റി വെച്ച് കിളിപ്പിക്കേണ്ട സമയമാണ്. ഇപ്പം നോക്ക്, അതിൻ്റെ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ നാരകത്തിൻ്റെ ചോടിളക്കി കൊടുക്കുവാണ്. സാവധാനത്തിൽ ചോടിളക്കി കൊടുത്തിട്ട് നോക്കാം, നമ്മൾ പയ്യെ ചോടിളക്കിയിട്ട് നന്നായിട്ട് ആ പഴയ മണ്ണ് കുറച്ചെടുത്ത് കളഞ്ഞ്, കാരണം അതിനകത്ത് വളമൊന്നും ഇല്ലല്ലോ. അപ്പം അല്ലെങ്കിൽ നമുക്ക് ചട്ടിക്കകത്ത് പുതിയ മണ്ണ് നമുക്ക് ഇടാനായിട്ടുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പഴയ മണ്ണ് കുറച്ചെടുത്ത് മാറ്റിയിട്ട് പുതിയ മണ്ണിട്ട് കൊടുക്കുന്നുണ്ടോ. പുതിയ മണ്ണിട്ടിട്ട് നമ്മൾ ആ ചോടൊന്ന് വകഞ്ഞ് കൊടുക്കും. കണ്ടോ? പുതിയ മണ്ണിട്ട് കൊടുത്ത്. അപ്പോൾ ഇതുപോലെ നമ്മുടെ എല്ലാ ചട്ടിയിലിരിക്കുന്ന എല്ലാത്തിനും ഇതുപോലെ പഴയ മണ്ണ് കുറച്ച് മാറ്റിയിട്ട് നമ്മൾ പുതിയ മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പം ഇന്ന് ഞങ്ങളുടെ ഈ അവധി ദിവസം അതാണ് നടക്കുന്നത്. നോക്ക്, ഇതൊരു പേരയാണ്. ഉണങ്ങിപ്പോയെന്ന് വിചാരിച്ചിരുന്നതാണ്, എന്തായാലും കിളുത്ത് വരുന്നുണ്ട് പേര. ഇതൊക്കെ കുറേ വർഷങ്ങളായിട്ടുള്ള പേരയാണ് ഇവിടെ. നമ്മുടെ പാഷൻ ഫ്രൂട്ട് പൊഴിഞ്ഞു പോയി. അതിന് മണ്ണിട്ട് കൊടുത്ത് ഇനി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ നല്ല കപ്പയൊക്കെ തൻ്റെ ഇവിടെ വെച്ചിരിക്കുക. ഈ കപ്പ നമ്മൾ കുഴിച്ചു വെക്കാതിരുന്ന കപ്പ, ഇതിനെ ഇനി വെക്കണം. ഇത് കണ്ടോ? ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? കണ്ടോ? സ്ട്രോബെറി ഉണ്ടായി വരുന്നത് കണ്ടോ? എന്താ സ്ട്രോബെറിയുടെ പൂ കണ്ടോ? സ്ട്രോബെറി ഉണ്ടായി വരുന്നു. അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ വേറെ പ്ലാന്റ്സും ഒക്കെ ഉണ്ട്. ആക്ച്വലി ഈ സ്ട്രോബെറി ഇങ്ങനെ മണ്ണ് പറ്റാതിരിക്കാനായിട്ട് നമ്മൾക്കറിയത്തില്ലായിരുന്നു കായ ഉണ്ടാവുമോ എങ്ങനെയാണെന്ന്. നമ്മൾ ഓരോ വർഷവും ഇത് ഡിഫറെൻറ്റ്, ഞാൻ കാണിക്കുക ഏത് ചട്ടിയിലായിരുന്നു ആക്ച്വലി സ്ട്രോബെറി വെക്കേണ്ടതെന്ന്. ആക്ച്വലി സ്ട്രോബെറി വെക്കേണ്ടത് ഇതിനകത്താണ്. ഈ പയ്യെ എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കണം. കണ്ടോ? ഇതിനകത്ത് വെക്കുന്നതെന്ന് വെച്ചാൽ പിന്നെ സ്ട്രോബെറിയുടെ പഴങ്ങളെല്ലാം തേണ്ട ഇതുവഴി ഇങ്ങനെ
ഇങ്ങനെ നിൽക്കും. ഇതിനകത്താണ് നമ്മൾ സ്ട്രോബെറി വെക്കേണ്ടത്. ഇതിനൊന്നും അധികമൊന്നും വിലയൊന്നുമില്ലാത്ത സാധനമാണ്. ഇതൊക്കെ നമുക്ക് വാങ്ങിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ കണ്ടോ, നിങ്ങൾ കണ്ടില്ലായിരുന്നോ നമ്മുടെ ബ്ലൂബെറിയിൽ പൂ ഉണ്ടായിരുന്നത്? അതേണ്ട അതൊക്കെ ഇപ്പാണ്ട് കായായിട്ട് വരുന്നു. ബ്ലൂബെറിയുടെ കാകൾ തേണ്ട വരുന്നു. എല്ലാവർക്കും വിൻ്റർ കഴിഞ്ഞിട്ടുള്ള ഗാർഡൻ മൊത്തമായിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ, ഇന്ന് വൈകുന്നേരം സമയം കിട്ടുവാണെങ്കിൽ ഞാൻ മൊത്തം ഗാർഡൻ ഒന്ന് എടുക്കാം. പിന്നെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇത് മൊത്തം അത്രയ്ക്ക് വൃത്തിയിലല്ല കിടക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ ആഴ്ച വരെ ഭയങ്കര മഴയും കൊടും കാറ്റും, നമ്മൾ വെക്കുന്ന സാധനങ്ങളൊന്നും വെക്കുന്നിടത്ത് ഇരിക്കത്തില്ല. ഇലയും എല്ലാം വീണ് അലങ്കോലമായിട്ട് ഇപ്പോഴും അത്രയ്ക്ക് വൃത്തിയായിട്ടില്ല. ഇനിയും ഒത്തിരി വൃത്തിയാക്കാനായിട്ടുണ്ട്. ഇങ്ങനെ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാനും, നമുക്കിവിടെ നാട്ടിലെ പോലെ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് ആൾക്കാരെയൊക്കെ കിട്ടാൻ പ്രയാസമാണ്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ഫുൾ ടൈം ജോലി ചെയ്യുന്ന 2 പേർക്ക് വീട്ടിലെ കാര്യങ്ങളും പിന്നെ കൃഷിയുടെ കാര്യങ്ങളും എല്ലാം കൂടെ ഇഷ്ടമുള്ളത് കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം എല്ലാം കൂടെ മാനേജ് ചെയ്ത് കൊണ്ട് പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ അതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അലങ്കോലപ്പെട്ടൊക്കെ കിടക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ കൃഷിയോടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടും അത് കിട്ടുന്ന അറിവ് മറ്റുള്ളവർക്കൂടെ ഒന്ന് പകർന്നു കൊടുക്കണമെന്നുള്ള ആ ഇൻട്രസ്റ്റിലാണ് ഇത് ചെയ്യുന്നത്. അപ്പം അഥവാ ഇച്ചിരി അലങ്കോലമൊക്കെ ആയിട്ട് കിടക്കുന്ന കണ്ടാൽ നിങ്ങൾ സാദരം ക്ഷമിക്കുക. അത് നിങ്ങളോടുള്ള റെസ്പെക്റ്റ് ഇല്ലായ്മ കൊണ്ടൊന്നുമല്ല. സമയം, ടൈം ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. അതാണ് പ്രശ്നം. അതുകൊണ്ട് ഇച്ചിരി ഗാർഡൻ ഒരു ഓവറോളായിട്ട് ഇപ്പം കാണിക്കാം. കണ്ടോ, ഓക്കെ. ഞാൻ പിന്നെ സമയമായിട്ട് വിശദമായിട്ട് എടുത്തിടാം.